വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. നമ്മൾ വെക്കേഷൻ എന്തെല്ലാം അറിഞ്ഞിരിക്കണം. വെക്കേഷൻ നിങ്ങൾ കളിക്കേണ്ട സമയമാണെന്ന് അറിയാം കുഞ്ഞുങ്ങളെ. എന്നാലും നിങ്ങൾ ഒരു അരമണിക്കൂർ എടുത്ത് കേട്ടോ, ഫോണിനകത്തിലല്ലേ, അപ്പം നിങ്ങൾ എന്തായാലും ഫോൺ കളിക്കാൻ എടുക്കുമെന്നൊക്കെ അറിയാം അല്ലേ. അപ്പം നിങ്ങൾ കളിക്കേണ്ട സമയമാണ്. ഫോണിനകത്തിലല്ല, വെളിയിലിറങ്ങി വൈകിട്ട് മഴയില്ലെങ്കിലൊക്കെ കളിക്കേണ്ട സമയമാണ്. പക്ഷേ ഇപ്പം നമുക്കൊരു ഇച്ചിരി ഗ്രാമർ കേട്ടോ, ഇച്ചിരി കൂടുതലൊന്നും ഗ്രാമർന്ന് കേൾക്കുമ്പോഴേ എല്ലാവർക്കും ഞങ്ങൾക്ക് വയ്യ, പഠിക്കാൻ വയ്യ ഇല്ലേ, ഇതാ എല്ലാവരുടെയും ഒരു ഇല്ലയോ മറുപടി ഇതാ. പക്ഷെ നമുക്ക് ഒരു ഇച്ചിരി എന്തൊക്കെയാ എന്നൊക്കെ നോക്കാം കുഞ്ഞുങ്ങളെ. പ്രിപ്പോസിഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രിപ്പോസിഷൻ എന്ന് വെച്ചാൽ ഇന്ന്, ഓണ്, അറ്റ്, ഈ മൂന്നെണ്ണം നിങ്ങൾ ഏതൊരു സെൻറ്റൻസ് എടുത്താലും അതിനകത്തിലൊക്കെ കാണും അല്ലേ. ഒരു സെൻറ്റൻസ് എടുക്കുവാണെങ്കിൽ ഇതിനകത്തിൽ ഏതെങ്കിലുമൊക്കെ അതിനകത്തിൽ വരും. ഉണ്ടോ? നിങ്ങൾ ടെസ്റ്റ് ഒക്കെ വായിച്ച് നോക്കുമ്പോൾ വരത്തില്ലേ ഇന്ന്, ഓണ്, അറ്റ്. ഇതെവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് ഇന്ന് നമ്മൾ പഠിക്കേണ്ടത്. ഇതെവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് നോക്കൂ നിങ്ങളെ. അറ്റ് എന്ന് പറയുന്നത് ടൈമിൻ്റെ അവിടെ, ഏജ്, പ്ലേസ്, ഈ ഒരു ക്ലൂ മാത്രം പഠിച്ചാൽ മതി. എവിടെയെങ്കിലും സമയത്തെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏജ് പ്രായത്തെ പറയത്തില്ലേ, നമുക്ക് 8 വയസ്സായി, 15 വയസ്സായി, 20 വയസ്സായി എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ അവിടെ ഏജിൻ്റെ അവിടെ, പിന്നെ പ്ലേസ് സ്ഥലത്തിൻ്റെ അവിടെയൊക്കെയാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? അറ്റ് കൊടുക്കേണ്ടത് കേട്ടോ. അതുപോലെ ഓൺ എവിടെയൊക്കെയാണ്? ഡേയ്സ്, ദിവസം, ഡാഷ് ഡേയ്സ്, 16 ദിവസത്തെ പറയുന്നത്, 16th, 18th, 16ാമത്തെ ദിവസം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, 7ാമത്തെ ദിവസം എന്നൊക്കെ. അതുപോലെ ഡേയ്സ്, പൊസിഷൻ സ്ഥാനം, പൊസിഷൻ, മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. ഇപ്പം നമ്മൾ എ ബൈസൈക്കിൾ, എ കാറ്, എ ബസ് എന്നൊക്കെ പറയത്തില്ലേ, വാഹനങ്ങളെക്കുറിച്ച് പറയുന്നത്, അതൊക്കെ ഓണ് കേട്ടല്ലോ. ഈ ക്ലൂ അങ്ങ് പഠിച്ചാൽ മതി കുഞ്ഞുങ്ങളെ. നമുക്ക് ഏത് എക്സസൈസും ചെയ്യാൻ പറ്റും. നോക്കി അടുത്ത ഇന്ന ഏതൊക്കെയാണ് കുഞ്ഞുങ്ങളെ? സീസണുകൾ അല്ലേ. സമ്മർ, വിൻ്റർ, റെയിനി അല്ലേ. ഇതൊക്കെ സീസണുകളെ സീസണുകളും, മന്ത് മാസങ്ങൾ, ഇയർ വർഷങ്ങൾ, വീക്ക് ആഴ്ചകൾ, സ്റ്റേറ്റ് ഓർ കണ്ടീഷൻസ്, സ്റ്റേറ്റ് ഓർ കണ്ടീഷൻസ്. അപ്പോൾ ഈ ക്ലൂ അറിയാമെങ്കിലുണ്ടല്ലോ നമുക്ക് എളുപ്പം ഇത് പഠിക്കാൻ പറ്റും. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. നോക്കിയേ, ഒന്നാമത്തെ ഡാഷ് സൺഡേ. സൺഡേ എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? സൺഡേ ആഴ്ച അല്ലേ, വീക്കാണ്. അപ്പം നമുക്കത് എന്താക്കാം? സൺഡേ നോക്കാം. സൺഡേ എന്ന് വെച്ചാൽ എന്താണ്? ആഴ്ചയിലെ ഒരു ദിവസമാണ് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഏതാ? ഡേയ്സ്, ദിവസങ്ങളെ സൂചിപ്പിക്കാൻ ഓൺ ആണ് ഉപയോഗിക്കുന്നത്. എന്താ നിങ്ങളെ? ദിവസങ്ങളെ സൂചിപ്പിക്കാൻ ഓൺ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓൺ സൺഡേ ഓക്കെ ആണോ? അടുത്ത വിൻ്റർ എന്ന് വെച്ചാൽ എന്താണ്? സീസണാണ്. സീസണുകളെ സൂചിപ്പിക്കാൻ ഇന്നാണ്. ഓക്കെ, ഇന്നാണ്. അപ്പോൾ ഇത് പഠിക്കാമെങ്കിൽ നമുക്കിത് എഴുതാൻ പറ്റും. ഡാഷ് സമ്മറും എന്താണ്? സീസണാണ്. അപ്പോൾ അതും ഇന്നാണ്. അടുത്ത ജൂൺ എന്ന് വെച്ചാൽ എന്താണ്? ഒരു മാസമാണ് അല്ലേ. മാസങ്ങളെ സൂചിപ്പിക്കാൻ മാസമാണ്, ഡേയ്സ് അല്ല, മാസമാണ്. അപ്പം ജൂൺ എന്ന് പറയുന്ന മാസത്തെ സൂചിപ്പിക്കാൻ എന്താണ്? ഇവിടെ നോക്കിക്കേ, മാസം, മന്ത്, ഇൻ ജൂണ്. ഓക്കെ ആണോ നിങ്ങളെ? ഓരോ നോക്കണേ, തെറ്റല്ലേ. ഇന്ന് ജൂൺ എന്ന് വെച്ചാൽ എന്താ? മാസമാണ്. പിന്നെ ഡേറ്റ് 2024 ഡേറ്റ് ആണ് അല്ലേ. ഡേറ്റിനെ സൂചിപ്പിക്കുന്നത് എന്താണ്? ഡേയ്സ്, ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2000, 2024 ഒക്കെ എന്താ? മന്ത്, സ്റ്റേറ്റ്, വീക്ക്, ഇയർ, പിന്നെ നോക്കൂ ഞങ്ങൾ എന്താ, അതായത് ഡേറ്റ് അല്ല, വർഷം അല്ലേ. 2024 എന്ന് പറയുന്നത് വർഷമാണ്. വർഷത്തെ നമ്മൾ ഇന്ന് വെച്ചാണ് അല്ലേ. ഇൻ 2024 മനസ്സിലാവുന്നുണ്ടോ? ഇത് പഠിക്കാമെങ്കിൽ ഇത് എഴുതാൻ പറ്റും. സൺഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ച അല്ല, ദിവസമാണ്. ദിവസത്തെ ഓണ് വെച്ചും ബാക്കി സീസണുകൾ, മന്ത്, ഇയർ, വീക്ക്, സ്റ്റേറ്റ് അല്ലേ, ഇതെല്ലാം നമ്മൾ ഇന്ന് വെച്ച്. അപ്പോൾ നോക്കിയാൽ റെയിനി എന്ന് വെച്ചാൽ ഒരു സീസണാണ്, അതും ഇന്നാണ്. റെയിനി സീസണാണ്. മൺഡേ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ആഴ്ചയിൽ ഒരു ദിവസമാണ്. ദിവസത്തെ നമ്മൾ ഓണ് വെച്ചാണ്, ഓൺ മൺഡേ. ഏപ്രിൽ എന്ന് വെച്ചാൽ എന്താണ്? മാസമാണ്. മാസത്തെ നമ്മൾ ഇന്ന് അല്ലേ, മാസത്തെ ഇന്ന്. 8 PM 8 മണി എന്ന് പറയത്തില്ലേ, സമയത്തെ സൂചിപ്പിക്കാൻ നമ്മൾ എന്തായിരുന്നു? സമയത്തെ സൂചിപ്പിക്കാൻ അറ്റാണ്. അറ്റ് 8 PM. ഓർത്തോണേ. മൺസൂൺ എന്ന് വെച്ചാൽ സീസണാണ്, സീസൺ ഇന്നാണ്. പിന്നെ ബൈസൈക്കിൾ എന്ന് വെച്ചാൽ വാഹനങ്ങളുടെ നമ്മൾ എന്താ പറഞ്ഞത്? മുമ്പ് പറഞ്ഞായിരുന്നു മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. വാഹനങ്ങൾക്കും ഓണാണ് കേട്ടോ, ഓൺ. ബൈസൈക്കിള്,
എന്താ ഓൺ എ ബൈസൈക്കിൾ. മറക്കല്ലേ കുഞ്ഞുങ്ങളെ, ബൈസൈക്കിൾ എന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ ഓണാണ്. ഏജ് ഓഫ് 40, ഏജ് പ്രായം അല്ലേ, പ്രായം എന്ന് വെച്ചാൽ ഏജ് എനിക്ക് 40 വയസ്സ് എന്ന് പറയത്തില്ലേ. അപ്പോൾ എന്താ അത് അറ്റാണ് കേട്ടോ, സമയത്തെ അല്ലേ, ഏജ് നമ്മൾ പറഞ്ഞല്ല ടൈം ഏജ് പ്ലസ് ഏജ്, അപ്പോൾ എന്താ അറ്റ്. പിന്നെ 10 o'clock സമയം, 10 o'clock സമയത്തെ നമ്മൾ അറ്റ് ഉപയോഗിക്കും. പിന്നെ ഐ ആം ഡാഷ് എ ബസ് അല്ലേ, ബസ് ഒരു ട്രാൻസ്പോർട്ട് അല്ലേ ബസ്. അപ്പം നമ്മൾ എന്ത് എഴുതും, വാഹനങ്ങൾക്ക് ബസ്, ബൈസൈക്കിളിന് ഓണാണ് ബൈസൈക്കിൾ. പിന്നെ ഇയർ വർഷത്തെ സൂചിപ്പിക്കാൻ ഇന്ന്. ഈ ക്ലൂ ഇതാണ്ട് ഇത് പഠിക്കാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 3 എവിടേക്ക് എന്തൊക്കെ വരുന്നു എന്ന് എഴുതാൻ പറ്റും. ഇത് നിങ്ങൾ നല്ലതുപോലെ നോക്കി മനസ്സിലാക്കണേ. ആ 4 എണ്ണം അങ്ങ് പഠിക്കാമെങ്കിൽ നമുക്കിത് പറയാൻ പറ്റും. നോക്കൂ നിങ്ങൾ, അടുത്ത മോർണിംഗ് രാവിലെ എന്താ നമുക്കത് കേൾക്കുമ്പോഴേ അറിയാം ഇൻഡി മോർണിംഗ് ആണ് അല്ലേ, ഇൻഡി മോർണിംഗ്. അതുപോലെ ആൻ ഹവർ സമയത്തെയാണല്ലേ, സമയം നമ്മളെന്താ ഇവിടെ സമയം ഒരു ആൻ അവർ എന്നാണ് കൊടുത്തിരിക്കുന്നത്, ഒരു ഫിക്സഡ് ടൈം പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നാൻ അവർ എന്നാണ് പറയുന്നത് കേട്ടോ, ഇന്നാന അവർ. ഓക്കെ, മൈ ബർത്ത്ഡേ എൻ്റെ ബർത്ത്ഡേ ആണെന്നുള്ളത് ഓണാണ് കേട്ടോ, ഓൺ മൈ ബർത്ത്ഡേ. നൂണ് അറ്റ് നൂണാണ്, അറ്റ് നൂൺ. അതൊക്കെ നിങ്ങളങ്ങ് പഠിച്ചോണേ, അറ്റ് നൂണ്. പിന്നെ ദിവസത്തെ ആണെങ്കിലോ, ദിവസത്തെ 5 days അല്ലേ, ദിവസങ്ങളെ കാണിക്കാൻ എന്താ നിങ്ങളെ എത്ര 5 days എന്നല്ലേ കൊടുത്തേക്കുന്നത്. അപ്പം ഡേയ്സ് എന്താവും നിങ്ങളെ ഡേയ്സ് എന്ന് വെച്ചാൽ ഓണ് കേട്ടോ, ഓൺ 5 days. അപ്പോൾ 20 എണ്ണം ഞാൻ പറഞ്ഞിട്ടുണ്ട് കണ്ടോ. ഇത് ആദ്യമേ നിങ്ങൾ വൃത്തിയായിട്ട് ബുക്കിനകത്തിലോട്ട് എഴുതിയെടുക്കുക കേട്ടോ. എഴുതിയെടുത്തിട്ട് ഈ ഇത് മാത്രം നിങ്ങൾ ആദ്യമേ എഴുതിയെടുത്തിട്ട് എന്താ ആൻസർ എഴുതിയിട്ട് ഇത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും തന്നിട്ടുണ്ട്. ഇനി അടുക്കിയേ ഇത് നല്ലപോലെ നോക്കണേ നിങ്ങൾ കേട്ടോ. ഇപ്പം നമുക്ക് വരച്ചിട്ട് അല്ലല്ലോ നമുക്ക് തരുന്നത്. ഇപ്പം ഈ പറഞ്ഞതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഈ ഡാഷ് സൺഡേ ഡാഷ് അങ്ങനെയാണോ തരുന്നത്? അല്ല, നമുക്കൊരു ക്വസ്റ്റ്യൻ കാണും അല്ലേ. ഫസ്റ്റ് നോക്കണേ, നമുക്കിങ്ങനെ തരുന്നത് കേട്ടെ, ഐ ഗോ സ്വിമ്മിങ് ഡാഷ് ദ മോർണിംഗ്. ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. 1 മാർക്കിനായിരിക്കും ബ്രാക്കറ്റിൽ എന്ത് ചെയ്യും, അറ്റ് ഇന്ന് ഓണ് എന്ന് ബ്രാക്കറ്റിലായിരിക്കും തരുന്നത്. മനസ്സിലായി? ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. നിങ്ങളിത് വാരി വലിച്ച് വായിച്ച് നിങ്ങൾക്ക് ഡൗട്ട് ഇങ്ങനെ ആയിരിക്കും, അർത്ഥം എനിക്ക് അറിയത്തില്ലല്ലോ, എനിക്ക് ചെയ്യാൻ അറിയത്തില്ലല്ലോ എന്നൊന്നും വിചാരിച്ച് പേടിക്കണ്ടാവും നിങ്ങളെ. നമ്മൾ ആ പഠിച്ച ക്ലൂ നോക്കിയേ, ഡാഷ് ദ മോർണിംഗ് അല്ലേ, ഡാഷ് ദി മോർണിംഗ് ആകുമ്പോൾ എന്തായിരിക്കും, ഇൻ ദി മോർണിംഗ് അല്ലേ. കാരണം എന്താ മുമ്പ് പറഞ്ഞായിരുന്നു നമ്മൾ അറ്റ് നൂണ്, ഇൻ ദ മോർണിംഗ്, ഇൻ ദി ഈവനിങ് അല്ലേ, അങ്ങനെ നമ്മൾ പറയത്തുള്ളൂ ഇൻ ദി ഈവനിങ്. പക്ഷെ നൂൺ ആയതുകൊണ്ട് എന്താ അറ്റ് നൂൺ എന്നാണ് കേട്ടോ. ഇനി മൺഡേ ദിവസമാണ്, ദിവസത്തെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, ഡേയ്സിനെ നമ്മൾ ഓണ് കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ സമയത്തെ നമ്മളോ അറ്റ് വെച്ചാണ്. അത്രയും മാത്രം നോക്കിയാൽ അയ്യോ ഇത് വായിച്ച് എനിക്ക് അതിൻ്റെ അർത്ഥം അറിയത്തില്ല, എനിക്ക് ഈ അർത്ഥം അറിഞ്ഞെങ്കിൽ എഴുതാൻ പറ്റൂ എന്നൊന്നും നിങ്ങൾ പേടിച്ചിരിക്കേണ്ട. നിങ്ങൾക്ക് ഈ ക്ലൂ അങ്ങ് പഠിച്ചാൽ മതി. ഈ അറ്റ് ഇന്ന് ഓണ് എഴുതാൻ എളുപ്പമാണ് കേട്ടോ. നിങ്ങൾ അർത്ഥം അറിയത്തില്ലെന്ന് വിചാരിച്ച് ഗ്രാമറെന്ന് കേൾക്കുമ്പോഴേ എല്ലാവർക്കും അയ്യോ ഗ്രാമറോ എന്തോ വലിയ പേടി പോലെയാവും നിങ്ങളെ. പൊതുവേ എല്ലാവർക്കും ഒരു 100 കുട്ടികളെ എടുക്കാമെങ്കിൽ 1-2 പേർക്ക് മാത്രമേ ഉള്ളൂ ഗ്രാമർ. എനിക്കത് നല്ലതുപോലെ അറിയാം, 1-2 പേർക്ക് മാത്രമേ അതിലൊരു താല്പര്യമുള്ളൂ. ബാക്കിയുള്ളവർക്കെല്ലാം എന്താ പേടിയാണ് ഗ്രാമറെന്ന് കേൾക്കുമ്പോഴേ. അപ്പോൾ ഈ ക്ലൂ ഓർത്താൽ മതി നിങ്ങളെ. ഈ 3 എണ്ണം നിങ്ങൾ തെറ്റിക്കത്തേയില്ല. നമുക്ക് 10 o'clock എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റാണ്, ആ ക്ലൂ പഠിച്ചാൽ മതി കേട്ടോ. ഇനി ഡാഷ് വീക്കെൻഡ് എന്താ ഓൺ ദി വീക്കെൻഡ് ആണ് കേട്ടോ. ഓൺ എന്തുകൊണ്ടാണ് വീക്കെൻഡാണ് അല്ലേ, വീക്കെൻഡ്. ഇനി ഇതൊക്കെ ഡിസംബർ മാസത്തെ നമ്മൾ എന്താണ് പറഞ്ഞത്, മാസം മന്തെല്ലാം ഇന്നാണ് അല്ലേ. ആ മുമ്പലത്തെ അത് പഠിച്ചോണേ. ഇനി ഇതൊക്കെ സമയം മുമ്പ് നമ്മൾ പറഞ്ഞു അറ്റ് 8 o'clock, അറ്റ് 10 o'clock കേട്ടോ. അങ്ങനെ പിന്നെ നോക്കിയേ, മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു ദ ആഫ്റ്റർനൂൺ എന്താ ഇൻ ദി ആഫ്റ്റർനൂൺ ആണ്. മുമ്പേ ഞാൻ അതിൽ ഒരെണ്ണം തന്നതാണ്. ഇൻ ദ ആഫ്റ്റർനൂൺ നൂൺ അറ്റ് നൂണാണ് വരുന്നത് കേട്ടോ. അറ്റ് നൂൺ മാത്രമേ ഉള്ളൂ, അറ്റ് നൂണ്. ഡാഷ് ദി ആഫ്റ്റർനൂൺ ആണെങ്കിൽ ഇൻ ദി ആഫ്റ്റർനൂൺ. ഇനി ദിവസത്തെ ആണെങ്കിലോ, ഡേയ്സ് ആണെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു ഓണ് അല്ലേ. ഇനി സമയത്തെ ഇപ്പം നമ്മൾ പറഞ്ഞേ ഉള്ളൂ എന്തോ അറ്റ്. അത്രയേ ഉള്ളൂ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഓക്കെ ആണോ? ആ 9 എണ്ണം നല്ലതുപോലെ അറിയണേ
കേട്ടോ. ഇത് കാണാതെ നിങ്ങൾ ക്വസ്റ്റ്യൻ മാറ്റിയിട്ടിട്ട് എഴുതണം. ഇവിടെ നോക്കിയേ, 4 PM 1 PM 2 അല്ലെ 1 PM 2 PM എന്ന് വെച്ചാൽ 2 മണി 3 മണി 4 മണി 8 മണി 9 മണി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ഓരോ PM. അപ്പോൾ അങ്ങനെ വരുന്നതെല്ലാം എന്താ, ഈ 3 എണ്ണം ഇങ്ങനെ ആയിരിക്കും തരുന്നത്. ഡാഷ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഇതുപോലെ ബ്രാക്കറ്റിൽ തരും കേട്ടോ. അപ്പോൾ എന്താ, സമയം വരുമ്പോൾ അറ്റ് കേട്ടോ, AT അറ്റാണ് കേട്ടോ. ഇനി ഡേറ്റ് ആണെങ്കിൽ ഇന്ന്, ഈ ക്ലൂ ഓർത്താൽ മതി. ഡേറ്റ് ആണെങ്കിൽ ഇന്ന്, ദിവസമാണെങ്കിൽ ഓണ്, ഡേയ്സ്, മാസമാണെങ്കിൽ ഇന്ന്. പിന്നെ ഏതെങ്കിലും എന്താ മുംബൈ എന്താ ചെന്നൈ ഇങ്ങനെയൊക്കെ അല്ലേ ഓരോ സ്ഥലങ്ങളെക്കുറിച്ച് വരികയാണെങ്കിൽ, ഇനി കൺട്രി ഉണ്ട് കേട്ടോ, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലായിരുന്നു. എന്താ മുംബൈ സ്റ്റേറ്റ് കണ്ടോ, ഇന്ന് കേട്ടോ. അപ്പം വാരി വലിച്ച് തരുന്നില്ല കുഞ്ഞുങ്ങളെ, ഒന്ന് അറിഞ്ഞിരിക്കുക, പ്രധാനപ്പെട്ടത് മാത്രം ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനാണ്ട് നിങ്ങൾക്ക് ഒരു 5 ഹോംവർക്ക്, ഇപ്പം ഇത്രയും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു 5 ഹോംവർക്ക് ഞാൻ തന്നിട്ടുണ്ട് കണ്ടോ. ഈ ഒരു 5 എണ്ണം നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ചെയ്ത് ഇട്ടേക്കണേ കുഞ്ഞുങ്ങളെ. നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ വാരി വലിച്ച് നിങ്ങൾക്ക് ഇത് എഴുതാൻ അറിയത്തില്ലെങ്കിൽ 1 നമ്പർ ഇട്ടിട്ട് ഇതിൻ്റെ ആൻസർ എഴുതണം, 2 നമ്പർ ഇട്ടിട്ട് അതിൻ്റെ ആൻസർ, അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ വാരി വലിച്ച് എഴുതി അവിടെ അങ്ങനെ ഇവിടെ അങ്ങനെ വാരി വലിച്ച് നിങ്ങൾ എഴുതിയേ വേണ്ട, അത്രയും സമയം വേസ്റ്റ് ആക്കണ്ട. നമ്മുടെ ഹോംവർക്ക് HW കൊടുത്തിട്ട് എന്താ 1 നമ്പർ ഇട്ടിട്ട് കേട്ടോ. ഇവിടെ എന്താ ഇറ്റാണോ, അവിടെ നീ പറയണ്ടല്ലോ, അറിയാലോ, അറ്റാണോ ഇന്നാണോ ഓണാണോ വരുന്നത് എന്ന് എഴുതി നമ്മുടെ കമൻറ്റ് ബോക്സിൽ 5 എണ്ണം എഴുതിയിട്ടിട്ടുണ്ട്. ആ 5 എണ്ണവും എന്താ കമൻറ്റ് ബോക്സിൽ കൊടുക്കണം. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഓക്കെ ആണല്ലോ. അപ്പോൾ ഇന്ന് ഓണ് അറ്റിനെ കുറിച്ചും പഠിച്ചു. ഇനി നമുക്കൊരു ഇച്ചിരി നോക്കണേ കുഞ്ഞുങ്ങൾ, വാരി വലിച്ച ഈ ഗ്രാമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചങ്ങല പോലെ കിടക്കും. ഇതിനൊരു നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ കിടക്കുക കേട്ടോ. നമുക്ക് പഠിക്കാനും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ നോക്കൂ കുഞ്ഞുങ്ങൾ, വെർബ് എന്നാൽ എന്ത്, വെറുതെ ചുമ്മാ ഒന്ന് അറിഞ്ഞിരിക്കുക. വെർബ് എന്ന് വെച്ചാൽ അതിൻ്റെ മലയാളം ക്രിയ എന്നാണ്. എന്താണ് ക്രിയ? വെർബിൻ്റെ അർത്ഥം ക്രിയ. വെർബ് ഈസ് ആൻ ആക്ഷൻ വേർഡ്. വെർബ് എന്ന് വെച്ചാൽ ഒരു ആക്ഷൻ വേർഡാണ്. ആക്ഷൻ എന്ന് വെച്ചാൽ ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, പ്രവൃത്തി എന്നാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പം ഞാൻ ഓടുക, ചാടുക, നടക്കുക, അല്ല ചിരിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളത് വരുന്ന എല്ലാം എന്താണ്, പ്രവൃത്തികളാണ് അല്ലേ. ഞാനിപ്പോൾ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, പിന്നെ എന്താ ഓടുക, ചാണ്ടോട്ട് എഴുതി ഓടുക, ചാടുക, പഠിക്കുക, കളിക്കുക, ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുന്നതാണ് പ്രവൃത്തി അല്ലെങ്കിൽ ആക്ഷൻ എന്ന് പറയുന്നത്. വെർബ് എന്നാൽ വെർബ് ഈസ് ആൻ ആക്ഷൻ വേർഡ് എന്ന് വെച്ചാൽ, ആക്ഷൻ എന്ന് വെച്ചാൽ പ്രവൃത്തി, നമ്മൾ ഓരോന്ന് ചെയ്യത്തില്ലേ, മനസ്സിലായോ? അത്രയും മാത്രം അറിഞ്ഞിരുന്നാൽ മതി. നിങ്ങളുടെ പരീക്ഷയ്ക്ക് എന്താണ് വെർബെന്നൊന്നും ചോദിക്കത്തില്ല, ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതാണ്. ഇത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, ചാടുക, ഓടുക, കുളിക്കുക, ഉറങ്ങുക, കിടക്കുക, ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യത്തില്ലേ, അതൊക്കെ കേട്ടോ. അത് വെറുതെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഈ വെർബുകളുണ്ടല്ലോ ഒത്തിരിയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ടൈപ്പ് ഓഫ് വെർബ്: ആക്ഷൻ വെർബ്, സ്റ്റേറ്റീവ് വെർബ്, ട്രാൻസിറ്റീവ് വെർബ്, ഇൻട്രാൻസിറ്റീവ് വെർബ്, ലിങ്കിങ് വെർബ്, ഹെൽപ്പിംഗ് വെർബ്, മോഡൽ വെർബ്, റെഗുലർ വെർബ്, ഇറഗുലർ വെർബ്, ഫ്രേസൽ വെർബ്, ഇങ്ങനെ ഒത്തിരി പഠിക്കാനുണ്ട് വെർബുകൾ. അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹെൽപ്പിംഗ് വെർബും ഈ ഫ്രേസൽ വെർബും എന്ന് പറയുന്നത് കേട്ടോ. ബാക്കിയുള്ളതിനെ ഒന്നും വലുതായിട്ട് നമ്മൾ എല്ലാം വേണ്ടതാണ്. ഞാനിപ്പോൾ ചുമ്മാതെന്ന് പറയുക, എന്താണ് ഹെൽപ്പിംഗ് വെർബ് അല്ലെങ്കിൽ സഹായക്രിയ എന്നാൽ എന്താണ്? എന്താ നിങ്ങളെ ഹെൽപ്പിംഗ് വെർബ്, നിങ്ങൾ ഇതൊന്നും പഠിക്കണ്ട. ഈ വെർബിൻ്റെ ഒരെണ്ണം നമ്മൾ പഠിക്കുകയാണ്, ഏതാ ഹെൽപ്പിംഗ് വെർബ് എന്താണെന്ന് പഠിക്കുക, അത്രയും മതി കേട്ടോ. നിങ്ങൾ ഇത് കണ്ട് പേടിക്കുകയൊന്നും വേണ്ട. എന്താ ഹെൽപ്പിംഗ് വെർബ് എന്ന് വെച്ചാൽ സഹായക്രിയ. നമ്മളിപ്പം പറഞ്ഞല്ലോ, ഒരു പിന്നെ എന്താ ഒരു സെൻറ്റൻസ് നമ്മൾ പറയണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എഴുതണമെന്നുണ്ടെങ്കിലോ നമുക്ക് ഈ ആൾക്കാർ കൂടിയേ പറ്റത്തുള്ളൂ. ഏതാണെന്നറിയോ? ഈ ഓക്സിലറി വെർബുകൾ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? നമ്മളൊരു സെൻറ്റൻസ്, ഞാനിപ്പോൾ ലഡു വരെ പോവുകയാണ്, ഞാൻ പത്തനംതിട്ട വരെ പോവുകയാണ്, ഞാൻ എന്താ കടമ്പനാട് വരെ പോവുകയാണ്, ഞാൻ കൊല്ലം വരെ പോവുകയാണ് എന്നൊക്കെ നമ്മൾ പറയുന്നെങ്കിലും ഞാൻ എന്താ ഒരു ഗുഡ് ഗേളാണ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അതിനകത്തെല്ലാം ആരുണ്ട്? ഒരു സഹായക്രിയ അതിനകത്തിലെല്ലാം ഉണ്ട്. അപ്പം നമുക്ക് മൊത്തം 24 സഹായക്രിയകളുണ്ട്. എത്ര ഉണ്ടോ നിങ്ങളെ? മൊത്തം 24 സഹായക്രിയകളുണ്ട്. നിങ്ങളിത് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി എന്തോ ചെയ്യുന്നറിയോ? നമ്പർ ഞാൻ ഇട്ടിട്ടില്ല, നോക്കിയേ. ഒന്നാമത്തെ ആമ് ഈസ് 6. ആമ് ഈസ് 6 പഠിക്കാൻ ഇങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. ആമ് ഈസ് 6, വാസ് വേറ്, ഹാവ് ഹാസ് ഹാഡ്. അങ്ങനെ തന്നെ പറയുമ്പം തന്നെ എത്രയായി? 3 2 5 3 8 എണ്ണമായി. ഒറ്റയടിക്ക് നമ്മൾ 8 എണ്ണം അങ്ങ് പഠിക്കും. ആമ ഈസ് 6, വാസ് വേറ്, ഹാവ് ഹാസ് ഹാഡ്. എളുപ്പമല്ലോ നിങ്ങളെ? ആമ ഈസ് 6, വാസ് വേറ്, ഹാവ് ഹാസ് ഹാഡ്.
കേട്ടോ. അങ്ങനെ നമ്മൾ ട്രൈ ചെയ്യണം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ 24 എണ്ണവും നമുക്ക് പഠിക്കാൻ പറ്റും. ഡു, ഡസ്, ഡിഡ്, ഡു, ഡസ്, ഡിഡ്, ക്യാന്, കുഡ് എല്ലാം ഞാൻ ഒരുമിച്ചപ്പോൾ നമുക്ക് പഠിക്കാൻ എളുപ്പമല്ലേ. ഡു, ഡസ്, ഡിഡ്, ഡു, ഡസ്, ഡിഡ്, ക്യാന്, കുഡ്, ക്യാന്, കുഡ്, വില്ല്, വുഡ്, ഷാള്, ഷുഡ്, മേ, മൈറ്റ്, മസ്റ്റ്. കണ്ടോ, ഇതൊക്കെ പഠിക്കാൻ എളുപ്പമല്ലേ. ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഇതൊക്കെ എന്തുവാ, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ കാണുന്നുണ്ട്. ഇനിയുള്ള കാലത്തൊക്കെ ഇതൊക്കെ നല്ലതുപോലെ പഠിക്കണം കുഞ്ഞില്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ആമ, ഈസ്, ആറ്, ഇതിൻ്റെ അർത്ഥം നമ്മൾ ആണ്, ആകുന്നു എന്നാണ്. അതിൻ്റെ ഇപ്പോൾ ഞാനിപ്പോൾ എക്സാമ്പിൾ പറയാം നിങ്ങളെ. ആമ്, ഈസ്, ആറ്, ആണ്, ആകുന്നു. ഇതിൻ്റെ അർത്ഥവും കൂടെ പഠിച്ചു പോകണം കേട്ടോ. വാസ്, വേറ് എന്ന് വെച്ചാൽ ആയിരുന്നു. ഹാവ്, ഹാസ്, ഉണ്ട്. ഹാഡെന്ന് വെച്ചാൽ ഉണ്ടായിരുന്നു. ഡൂം, ഡസും ചെയ്യുക. ഡു, ഡസ്, ചെയ്യുക. ഡിഡ് എന്ന് വെച്ചാൽ ചെയ്തു, ഞാനതങ്ങ് ചെയ്തു അല്ലേ. ഞാൻ അതൊക്കെ അങ്ങ് ചെയ്തു എന്ന് പറയുന്നതിനാണ് ഡിഡ്. ക്യാൻ, ഐ ക്യാൻ, എനിക്ക് കഴിയും. ക്യാൻ എന്ന് വെച്ചാൽ കഴിയും. കുഡ് എന്ന് വെച്ചാൽ കഴിയുമായിരുന്നു. കുഡ് കഴിയുമായിരുന്നു. വിൽ ആകും. വുഡ് ആയേക്കും. ഷാള് ചെയ്യും. ഷാൾ, ഷാള് ഷുഡ്, ഷാളെന്ന് വെച്ചാൽ ചെയ്യും, ഷുഡെന്ന് വെച്ചാൽ ചെയ്തേക്കും. വില്ല് ആകും. വുഡെന്ന് വെച്ചാൽ ആയേക്കും. വില്ലും വുഡും ആകും, ആയേക്കും. ഷാള് ഷുഡ് ചെയ്യും, ചെയ്തേക്കും. മേ, മൈറ്റ് ചെയ്യട്ടെ. മേ എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ചെയ്യട്ടെ, ഞാൻ ഇങ്ങനെ ചെയ്യട്ടെ എന്ന് പറയത്തില്ലേ. മേ എന്ന് വെച്ചാൽ ചെയ്യട്ടെ. മൈറ്റ് എന്ന് വെച്ചാൽ ആയേക്കും, അങ്ങനെ ആയേക്കും, ഇങ്ങനെ ആയേക്കും, ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയേക്കും എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ കുഞ്ഞുങ്ങളെ, ആയേക്കും അല്ലേ. മൈറ്റ്. മസ്റ്റ് എന്ന് വെച്ചാൽ തീർച്ചയായും, അത് നമുക്കെല്ലാം അറിയാം. മസ്റ്റാ, എനിക്ക് അതൊക്കെ മസ്റ്റാ എന്ന് വെച്ചാൽ തീർച്ചയായും. ഓട്ട് ടു എന്ന് വെച്ചാൽ ചെയ്യേണ്ടതുണ്ട്, എനിക്ക് അങ്ങനെ ചെയ്യേണ്ടതുണ്ട്, എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്ന് പറയത്തില്ലേ, ഓട്ട് ടു. യൂസ്ഡ് ടു എന്ന് വെച്ചാൽ പതിവായിട്ടുള്ള. യൂസ്ഡ് ടു, യൂസ് എന്ന് വെച്ചാൽ ഉപയോഗിക്കുക എന്നാ അല്ലേ. അപ്പോൾ അതിന് പല അർത്ഥം വരുന്നുണ്ട്. യൂസ്ഡ് ടു പതിവായിരിക്കുക അല്ലേ. പിന്നെയോ നീഡ്, നീഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യം, ആവശ്യമായി വരിക. നീഡ് ടു, യൂസ്ഡ് ടു എന്നൊക്കെ പറയത്തില്ലേ. ഡെയർ എന്ന് വെച്ചാൽ ധൈര്യപ്പെടുക കേട്ടോ. അപ്പോൾ ഈ 24 എണ്ണം ഉണ്ട് കുഞ്ഞുങ്ങളെ. മൊത്തം എത്ര? 24. ഞാൻ 1 2 3 ഇങ്ങനെ ഇടാഞ്ഞത് എന്താണെന്നറിയോ, ഇവിടെ നമ്മൾ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി തന്നെ ഇങ്ങനെ എഴുതിയുണ്ട്. ഇപ്പോൾ ഒരെണ്ണത്തിൽ തന്നെ നോക്കിയേ. വാസ്, വേറ് കണ്ടോ. ഹാവ്, ഹാസ്, ഹാഡ് 1, ഡു, ഡസ്, ഡിഡ്. ഇത് നിങ്ങൾ നല്ലതുപോലെ പഠിക്കണേ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ. 3ാം ക്ലാസ് മുതൽ ഇപ്പോൾ CBSEയുടെ പുസ്തകത്തിൽ ഗ്രാമറുണ്ട്, അതിനകത്തിൽ ഇതെല്ലാം ഉണ്ട്. 3ാം ക്ലാസ് മുതൽ കേട്ടോ. വീട്ടിൽ രക്ഷകർത്താക്കൾ കേൾക്കുവാണെങ്കിലും പുതിയ ടെസ്റ്റാണ്. പുതിയ ടെസ്റ്റിനകത്തിൽ 3ാം ക്ലാസ് മുതലുള്ള ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ ടെസ്റ്റിൽ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം അറിഞ്ഞിരിക്കണം. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? മൊത്തം നല്ലതുപോലെ എഴുതിയെടുക്കണേ. ഞാൻ കണ്ടപ്പോൾ ഇത് കണ്ടോ, പോസ് ചെയ്തിട്ടിട്ട് വൃത്തിയായിട്ട് 24 സഹായക്രിയ. എന്തുവാണ് ഈ ഓക്സിലറി വെർബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹായക്രിയ എന്നാ കുഞ്ഞുങ്ങളെ. നമുക്കൊരു സെൻറ്റൻസ് പറയണമെങ്കിലോ എഴുതണമെങ്കിലോ ഈ 24 എണ്ണത്തിൽ ഏതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ചോണം കേട്ടോ. ഇതിനെക്കുറിച്ച് നമ്മൾ ഈ ഗ്രാമർ അല്ലെങ്കിൽ വെർബിനെ കുറിച്ചൊക്കെ പറയാമെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളെ ഒന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞ് നിർത്താൻ നോക്കും കുഞ്ഞുങ്ങളെ. ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ആമ്, ഈസ്, ആറ്, മൂന്നിനും നമ്മൾ എന്താ ആണ്, ആകുന്നു എന്നാണ് പറഞ്ഞത് അല്ലേ. ഒരുപാട് പറഞ്ഞ് നിങ്ങൾക്ക് ബോറടിപ്പിക്കുന്നില്ല. ആമ്, ഈസ്, ആറെന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് എഴുതിയ ആണ്, ആകുന്നു അങ്ങനെയല്ലേ എഴുതിയത്. നോക്കിയേ, ഏതിൻ്റെയൊക്കെ കൂടാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് അറിഞ്ഞാൽ മതി. എന്താ നിങ്ങളെ, ആമ്, ഈസ്, ആറ് ഏതിൻ്റെയൊക്കെ കൂടെയാണ് ഉപയോഗിക്കുന്നത്? എപ്പോഴും ഐയുടെ കൂടെ എപ്പോഴും എന്താ നിങ്ങളെ, ആമാണ് ഉപയോഗിക്കുന്നത്. ഐ ആം, ഞാൻ ഗോയിങ് പോവുകയാണ്. ഐ ആം ഗോയിങ് എന്ന് വെച്ചാൽ ഞാൻ പോവുകയാണ് കേട്ടോ. ഞാൻ പോവുകയാണ് എന്ന് പറയുന്ന ഐയുടെ കൂടെ ആര് വേണം? ആമുണ്ട്. പക്ഷേ ഐ ഈസ് ഗോയിങ് എന്ന് ആരെങ്കിലും പറയുമോ? ഇല്ല. പറയുമോ നിങ്ങളെ? ഇല്ല. അപ്പോൾ ഐയുടെ കൂടെ ആമ് തന്നെയാണ്. അങ്ങനെയൊക്കെ അങ്ങ് പഠിച്ചാൽ മതി കേട്ടോ. ഒത്തിരി പഠിച്ചില്ലെങ്കിൽ ഇതങ്ങ് പഠിക്കണേ. നമുക്ക് പാർട്ടായിട്ട് കുറേശ്ശെ പഠിക്കാം കേട്ടോ. ഇംഗ്ലീഷും മാത്സുമാണ് നമ്മൾ എടുക്കുന്നത്. ഇന്നലെ ഒരു പാർട്ട് ഇട്ടിട്ടുണ്ടോ നിങ്ങളെ, അതായത് മലയാള അക്ഷരങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്തിട്ടിട്ട് ചെയ്യണേ നിങ്ങളെ. കാരണം ബാക്കിയായിട്ട് നമുക്ക് വെക്കേഷന് കുറേശ്ശെ ഞാൻ 1 മാസം അവധി തന്നായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് പോകാനുള്ളിടത്തൊക്കെ പോയാൽ എന്നാലും വേണ്ടില്ല, എങ്ങനെയായാലും പഠിച്ചാൽ മതി. അപ്പം ആമു, ഈസു, ആറ് എവിടെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഐയുടെ കൂടാണ് ആമ്. ഐ ആം ഗോയിങ് എന്ന് വെച്ചാൽ ഞാൻ പോവുകയാണ്
കേട്ടോ. ഹീ ഈസ്. ഇനി അപ്പോൾ ആം എവിടെ ഉപയോഗിക്കുന്നത്? നമ്മളിവിടെ പറഞ്ഞു ആം ഈസ് ആറ്. ആം എവിടെ ഉപയോഗിക്കുന്നത്? ഇപ്പോൾ കിട്ടിയല്ലോ. ഓക്കെ ആണോ? ഇനി ഈസ് നോക്കിയേ. ഹീ ഈസ്, ഷീ ഈസ്, അവൾ അല്ലെങ്കിൽ അവൻ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? അവൻ പോവുകയാണ്, അവൻ പോവുകയാണ്. ഹീ ഈസ് ഗോയിങ്, അവൻ പോവുകയാണ്. ഷീ ഈസ് ഗോയിങ്, അവൾ പോവുകയാണ്. അപ്പോൾ അവിടെ എന്താണ് ഉപയോഗിച്ചത്? ഈസ് ആണ് ഉപയോഗിച്ചത്. കാരണം എന്താ? അവർ ഒരാളല്ല ഉള്ളൂ. അവനായാലും അവളായാലും ഒരാളേ ഉള്ളൂ അല്ലേ? അപ്പം നമ്മളവിടെ ഈസ് ഉപയോഗിച്ചു. അങ്ങനെയും പഠിക്കാം കേട്ടോ. ഹീ അല്ലെ ഷീ, അവളോ അവനോ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈസ് ഉപയോഗിച്ചു. ഇനി ആരാ? ആറ്. ആറെന്ന് വെച്ചാൽ ഇവിടെ നോക്കിയേ, നമ്മൾ എന്താ കറക്റ്റ് അയ്യോ ദേവി എന്നൊരിതിൽ ഞാനൊരു ഇതിനകത്തിൽ കണ്ടു. ഞാൻ അങ്ങനെ പഠിക്കാമെങ്കിൽ എളുപ്പം എങ്ങനെ ആയാലും വേണ്ടിയില്ല. യു വി ദേ കേട്ടോ. എന്ന് വെച്ചാൽ യു എന്ന് വെച്ചാൽ നിങ്ങൾ അല്ലേ? നിങ്ങൾ എന്ന് വെച്ചാൽ ഒരുപാട് പേര് വരത്തില്ലേ? ഒരുപാടെണ്ണം ഉണ്ടെങ്കിൽ അവിടെ ആറ്. വി എന്ന് വെച്ചാൽ എന്താ? ഞങ്ങൾ, ഞാനല്ല ഞങ്ങൾ. ഞങ്ങൾ എന്ന് വെച്ചുമ്പോൾ ഒരുപാട് പേര് വരുന്നില്ലേ? അപ്പോൾ ആറ്. വി ആർ ഗോയിങ്, ഞങ്ങൾ പോവുകയാണ്. യു ആർ ഗോയിങ്, നിങ്ങൾ പോവുകയാണ് അല്ലേ? ദേ ആർ ഗോയിങ്, ദേ അവർ പോവുകയാണ്. ഇതൊക്കെ നമ്മൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരെ പറയുന്നില്ലേ കുഞ്ഞുങ്ങളെ? യു എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും അല്ലേ? വി എന്ന് വെച്ചാൽ എന്താ? ഞങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരെണ്ണം മാത്രം, ഒരാളെ മാത്രമാണെങ്കിൽ ആ ക്ലൂ പഠിച്ചാൽ മതി. ഈസ്. സത്യത്തിൽ എങ്ങനെയൊന്നും അല്ല, ഇതിനൊരുപാട് ഫോമുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്താ ഒന്നും അറിയാൻ വയ്യാത്തവർക്ക് എന്തെങ്കിലും ഒന്ന് അറിയട്ടെ എന്ന് കരുതി പറഞ്ഞതാണ്. അയ്യയുടെ കൂടെ ആം, അയ്യാം, ഞാൻ പോവുകയാണ്. ഹീ ഈസ്, ഹീ എന്ന് വെച്ചാൽ അവൻ അല്ലേ? അവനോ അവളോ ഒരാളുടെ, ഇപ്പോൾ ഒരാളുടെ പേരായാലും മതി. ഇപ്പം എന്താ ബീന അല്ലേ? നിങ്ങളുടെ ഏതെങ്കിലും ഒരാളുടെ പേരോ എന്തെങ്കിലും ആയിക്കട്ടെ. ബീന ഈസ് ഗോയിങ് അല്ലേ? ഒരാളുടെ കുറിച്ച് മാത്രമാ അല്ലെ? ഹീ ഓർ ഷീ ആണോ പെണ്ണോ ആരോ ആയിക്കോട്ടെ ഈസ് വരുന്നത്. അല്ലാതെ യു വി ദേ അല്ലേ? ഈ മൂന്നെണ്ണം, നിങ്ങൾ ഞങ്ങൾ അവർ എന്നൊക്കെ പറയത്തില്ലേ? അങ്ങനെയാണ് അവിടെ ആറ് ചേർക്കേണ്ടത്. ഇപ്പം പിടിയിട്ടോ നിങ്ങളെ. ഞാൻ വാരി വലിച്ച് നിങ്ങളെ കൂടുതൽ പഠിപ്പിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഇത്രയും നിങ്ങൾ വൃത്തിയായിട്ട്, ഇപ്പോൾ 22 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ 22 മിനിറ്റിൽ നമ്മൾ ഇത്രയും പഠിച്ചത് വൃത്തിയായിട്ട് എഴുതി പഠിക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. നമുക്ക് നാളെ ബാക്കി പഠിക്കാം. ഓക്കെ, താങ്ക് യു നിങ്ങളെ, താങ്ക് യു.